Hello everyone, welcome back to our channel Shuttu and Mama. അപ്പോൾ ഇത് രാവിലെ തന്നെ എണീച്ച് ഞാനത് ബ്രഷൊക്കെ ചെയ്ത് സെറ്റായിട്ടുണ്ട്. ചെറിയൊരു വോമപ്പും കാര്യമൊക്കെ ചെയ്തു. ഷുട്ടുപ്പോൾ എണീച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മൾ പ്രധാന പരിപാടി അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈവനിങ് നമ്മൾ ചെറിയ പരിപാടിയുണ്ട്. ഷുട്ടുവിനെയും കൊണ്ടൊന്ന് ഫോട്ടോ എടുക്കാൻ പോകണം. നമ്മളൊക്കെ തന്നെ എടുക്കുന്നത്, എന്നാലും ഔട്ട്ഡോറാണ് പോകേണ്ടത്. മുഴപ്പിലങ്ങാട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ പ്ലാൻ മാറുമെന്നറിയില്ല. അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷം എന്ന് പറയുന്നത് അതൊക്കെയാണ്. ഞാൻ ചെറുതായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടായി കിടച്ചു പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രിയത്തെ നമ്മളെ ചിക്കൻ കറി എല്ലാം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചായക്കും വെള്ളം വെച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ തന്നെ പത്തിരി ഉണ്ടായിരുന്നു, പിന്നെ ഇഡ്ഡലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പത്തിരി എടുത്തു, പിന്നെ ഇഡ്ഡലി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ കറിയും പത്തിരിയൊക്കെ കൂട്ടി രാവിലത്തെ ചായയും കുടിച്ചു. അപ്പോഴേക്ക് ഷുട്ടൂപ്പി എണീച്ചിട്ടുണ്ടായിരുന്നു. ഷുട്ടാവ് രാവിലെ തന്നെ എണീച്ചപാട് അടിച്ചു വരല. ഓ എൻ്റെ വേണ്ടേ അതിൽ കയറണോ? കയറിക്കോ. അമ്മ കയറിയ പൊട്ടിപ്പോവില്ലേ? ഇല്ല, അമ്മ കയറിയ പൊറ്റിപ്പോവും. ചായ കുടിക്കണ്ടേ? അപ്പം ഇനിയിപ്പോൾ എനിക്ക് ഷുട്ടൂപ്പിക്ക് റാഗി ആക്കേണ്ട പണിയുണ്ട്. അവള് ഇഡ്ഡലി ഇന്നലെ വളരെ കഷ്ടപ്പെട്ട തിന്നേ. അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും റാഗി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് പരിപ്പും കയ്യാന്ന് കറി. ഫിഷ് വന്നിനില്ല, നോക്കണം. എന്നാൽ മീനെ നോക്കിയിട്ട് അതും കൂടെ വാങ്ങിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഇവക്ക് റാഗി ആക്കട്ടെ. അതിലെന്നിട്ട് കയറാ വാ. അയ്യോ, അത് തിരിഞ്ഞിട്ടല്ലേ കയറുന്നേ? തിരിച്ചിട്ടാണോ കയറുന്നേ? ഓക്കെ, ബായ്. അത് ഊരാൻ പറ്റുന്നില്ലേ? ആ ഊരിത്തരാം. നമ്മളെ പരിപ്പ് കായിൻ്റെ പരിപ്പ് അവിടെ ഉണ്ട്. ഇഞ്ചി ഞാൻ ഇവിടെ ഉണ്ടാവും വെച്ചിട്ടാണ് അന്ന് വാങ്ങാൻ. നമ്മളെ പരിപ്പ് റെഡിയായി. നമ്മളെ കായും തക്കാളിയെല്ലാം ഇട്ടു. മുളക് പൊടി, മഞ്ഞൾ വേണ്ടേ. പരിപ്പ് വേപ്പിക്കുമ്പോൾ ഉപ്പ് മാത്രം ഇടും അമ്മ? ഒന്നും ഇടൂല. നമ്മുടെ മീൻ വന്നിട്ടില്ലല്ലോ. എന്താ എത്ര വിസിൽ നോക്കാം? 2 3-4 വിസിൽ. കായ് വേണം. ആ ചുട്ടു വാ. ആദ്യം റാഗി കുടിക്കുക വേഗം. ടിനിയോ മുടിയോ? നമ്മളെ കറീൻ്റെ എല്ലാം അടുപ്പത്ത് വെച്ച് ഇനിയിപ്പോൾ ഉപ്പേരി എന്താക്കുമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല, നോക്കണം. അതിലിടക്ക് ഞാൻ ഒന്ന് ഷുട്ടുവിന് റാഗി കൊടുത്ത് സെറ്റാക്കട്ടെ. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഒന്ന് കുത്തി വെക്കണം. നമുക്ക് രാവിലെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ. നമ്മളെ പച്ചക്കായും പരിപ്പും എല്ലാം കൂടെ വെന്ത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് തേങ്ങ ഒക്കെ അരച്ച് പറഞ്ഞ് അമ്മ കറിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആട്ടോ ഓർക്കാട്ടേരി ചന്തയിൽ പോയ സമയത്ത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഈ ബബിൾസ് ഇതുവരെ തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ഉപയോഗിക്കാൻ കൊടുക്കലില്ലായിരുന്നു അവൾക്ക്. അപ്പോൾ അവിടെ ചുമ്മാ കണ്ട സമയത്ത് അത് അച്ഛനും മോളും എടുത്ത് കളിക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ആൾക്ക് തന്നെ സ്വന്തമായിട്ട് ഊതി ആൾക്ക് തന്നെ വർത്തിക്കണം. അപ്പോൾ അതെല്ലാം വായിലാക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കാറേ ഉണ്ടായിരുന്നില്ല. സിയോ എപ്പോഴാ വരുവാ? അതുവരെ പീടികയിലേക്കലാ? ഓക്കെ, നമ്മളെ പച്ചക്കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ബീൻസ് വറക്കാന്നാണ് വിചാരിക്കുന്നത്. പരിപ്പും കായും കറി ആയിട്ടുണ്ട്. നമുക്കിന്ന് മീൻ കിട്ടിയിട്ടില്ല, രവിയേട്ടൻ വന്നിട്ടില്ല. ഇനിയിപ്പം വേറെ ഒരാളും കൂടെ വരാനുണ്ട്. കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്, എന്നാലും നോക്കാം. ഞാൻ എന്തായാലും എന്നാൽ ബീൻസ് മുറിച്ചിടട്ടെ.
ഞാൻ ഉപ്പേരീൻ്റെ എല്ലാം റെഡിയാക്കുന്ന സമയം കൊണ്ട് ഇതാ അമ്മ നമ്മളെ വീട്ടിൽ നിന്ന് അന്നേ കൊണ്ടുവന്ന മാങ്ങ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ജ്യൂസ് അടിക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് മുറിച്ച് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുമായിരുന്നു അമ്മ. അപ്പോൾ ഇതാ ഉപ്പേരിക്കുള്ള സാധനമെല്ലാം മുറിച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ഉണ്ടാക്കാം. അപ്പം അതൊക്കെ കുടിച്ചിട്ടെടുത്തോ. അത് വേണ്ട എനിക്ക്, അതെനിക്ക് വേണ്ട. പോയേ ബസ് മേലം തൊട്ട് കണ്ണിലാക്കിയാ ടിന്യൂ അച്ചോ. അരെ ഹാപ്പി ടു യു ഷുട്ടാ, ഷുട്ടോ ആരതാ ഹാപ്പി ടു യു, ആരതാ ഹാപ്പി ടു യു. കണ്ണിൽ പോയാ ആരതാ ഹാപ്പി ബർത്ത്ഡേ. എടാ ആരതാ ഹാപ്പി ബർത്ത്ഡേ. നമ്മളെ ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മീൻ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ മീൻ കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് ഫിഷും കൂടി റെഡിയാക്കണം. മീനുണ്ടെങ്കിൽ മാത്രമേ ഷുട്ടു മര്യാദയ്ക്ക് ചോറ് കഴിക്കുള്ളൂ. അതാ അപ്പോൾ എന്തായാലും ഞാൻ മീൻ വരുന്നുണ്ടോ നോക്കട്ടെ. പിന്നെ ഒന്ന് ഷുട്ടുവിൻ്റെ നെയിൽ കട്ട് ചെയ്ത് കൊടുക്കണം. മീനില്ല. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, നമ്മൾ കുറേ നേരം നോക്കി, പക്ഷെ നമുക്കിന്ന് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് സൺഡേ ആണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് നമ്മളെ പ്ലാനൊന്ന് മാറ്റിയിട്ടുണ്ട്. സൺഡേ പിന്നെ ആൾക്കാരും തിരക്കുമാകുമ്പോൾ എന്തായാലും ഇവിടെ നിൽക്കൂല. അവിടെ ഏതെങ്കിലും കുട്ടികൾ കണ്ട പിന്നെ ആ കുട്ടികളെ പിന്നാലെ തന്നെ പോകും. അപ്പം ഞാൻ നമ്മുടെ ഇവിടുന്ന് മുറ്റത്തുനിന്ന് തന്നെ പറ്റുവാണെങ്കിൽ കുറച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഹാപ്പറിൽ പോയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. എത്രമാത്രം അടിപൊളിയായിട്ട് കിട്ടും എന്നറിയില്ല. പിന്നെ ഇവിടെ മാത്രം സിംഗിളായിട്ടല്ലേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇപ്രാവശ്യം ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. നിൽക്കില്ല മെയിനായിട്ട്, അതാ പ്രശ്നം. എന്തായാലും ഓടി പിടിച്ച് കളിയായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇല്ല എന്നാണെങ്കിൽ നാളെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം നാളെ മൺഡേ ആകുമ്പം അത്ര തിരക്ക് ഉണ്ടാവില്ല. നാളെ നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും ഞാനിപ്പം ഇവക്ക് നമ്മളൊരു ബിരിയാണി റൈസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. എന്നാൽ പിന്നെ കുറച്ച് എന്തെങ്കിലും കഴിച്ചോളും. അപ്പോൾ അത് വാങ്ങിക്കാൻ പോയിട്ട് കുട്ടപ്പ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഫുഡ് കൊടുത്ത് ഇനി പുറക്കണം. എന്തായാലും നമുക്ക് കഴിക്കുമ്പോൾ കാണാം. താക്ക് അതിനെ ഷുഡൂപ്പിനെ ഉറക്കി. അവളുടെ കുറച്ച് ബാക്കി ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനും അമ്മയും കൂടെ ചോറ് തിന്നാൻ പോവാണ്. അപ്പം നമ്മൾ ചോറ് തിന്നിട്ട് എന്തായാലും കാണാം. അങ്ങനെ നമ്മളൊരു ഉറക്കെല്ലാം കഴിഞ്ഞ് എണീച്ചു ഷുട്ടൂപ്പി. ഇത് ഞാൻ ഇപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും കുറച്ച് ഫോട്ടോസ് കിട്ടുമോ നോക്കണം. അപ്പം എന്നാലും നമ്മൾ ഫോട്ടോ എടുക്കേണ്ട പരിപാടിയിലേക്ക് കടക്കട്ടെ. അതങ്ങനെ നിൽക്കൂലേ ഇനി? വോൾവ് അവിടെ തന്നെ വെച്ചാൽ ഇവള് പഞ്ചറാക്കുമോ? നേരത്തെ ഊതി വീർപ്പിക്കുന്ന 2 ഇല്ലേ, അതായിരുന്നു നമ്മുടെ പ്രോപ്പർട്ടി. ഞാൻ പിൻട്രസ്റ്റിലൊക്കെ നോക്കി അടിപൊളിയായിട്ട് എടുക്കാനുള്ള കുറേ ഷോർട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടക്കുമെന്നറിയില്ല. ആളിവിടെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് റെഡി ആയിരിപ്പുണ്ട്. വീഡിയോ കിട്ടുന്നുണ്ട് എനിക്ക്. ഇനി അമ്മ പറയും ഒന്നും കൂടി. ഷൂ ഇവിടെ വെക്കാനാ ചിച്ചേ. ഒരു മിനിറ്റ്. 2 എടുത്താട്ടെ വാവാ. 2 എടുക്ക്. ആടെ പിടിച്ച് അങ്ങനെ തന്നെ
ഞാൻ ഇങ്ങോട്ട് വന്ന് പറയുമ്പോൾ പിന്നെ അങ്ങോട്ട് പോകുന്ന സ്വഭാവമായതുകൊണ്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു പിന്നെ ഒരു സെക്കൻഡ് ഡ്രസ്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച ഡ്രസ്സായിരുന്നു. അങ്ങനെ ഒരു യുദ്ധത്തിന് ശേഷം കുറച്ച് ഫോട്ടോസ് എനിക്ക് കിട്ടി. അങ്ങനെ ഒരു നീണ്ട യുദ്ധത്തിന് ശേഷം ഭയങ്കര ലൈറ്റ് നമ്മൾക്ക് ഒരു കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്ത് ശരിയാക്കണം. ഒരു വിധത്തിലും നിൽക്കുന്നുണ്ടായിട്ടില്ല. എന്തോ ഭാഗ്യം നമ്മൾ മുഴപ്പിലങ്ങാടൊന്നും പോയി എടുക്കാത്തത്. അവിടെ മൊത്തം ഓട്ടപ്രദർശനം നടത്തേണ്ടി വന്നേനെ. അപ്പോൾ ഇപ്പം നമ്മൾ എന്തായാലും ചായ കുടിക്കാൻ പോകുന്ന ചായ കുടിച്ചിട്ട് ഇനിയിപ്പം ഫോട്ടോസ് എല്ലാം നോക്കി ഒന്ന് എഡിറ്റൊക്കെ ചെയ്ത് വെക്കണം. എന്തായാലും ഇനിയിപ്പോൾ രാത്രിയേ നടക്കുള്ളൂ. ഇപ്പോൾ ഉറങ്ങിയാലേ നടക്കുള്ളൂ. അപ്പം എന്തായാലും നമ്മൾ പോയിട്ട് ഇപ്പോൾ ചായ കുടിക്കും. മുട്ട വേണ്ടേ? ചിച്ചി ഉണ്ടോ? അന്നാ വാ എണീച്ചോ, വേഗം ഓടിക്കോ. വാ വാ വാ. ഫോട്ടോ എടുത്ത് ക്ഷീണിച്ചതിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ നേരെ ചായ കുടിക്കാൻ പോയി. അമ്മ നല്ല അവിലും പഴവും തേങ്ങയൊക്കെ കൂട്ടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതും ചായയൊക്കെ കുടിച്ച് പിന്നെ ബാക്കി പരിപാടി എന്താ വെച്ചാൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓ കാത്തുവിൻ്റെ വീട്ടിൽ പോയില്ലേ? രാത്രിയായില്ലേ? അയ്യോ മുട്ടിപ്പോയി. കുളിച്ചാ ചുട്ടോ? കുച്ചില്ലേ? അങ്ങനെ എൻ്റെ ചുട്ടുപ്പിൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു. എനിക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ അവൾക്ക് അവിടെ ക്യാരറ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ പോവാന്ന്. എന്നാലും ഞാനത് കൊടുക്കട്ടെ. ആളൊന്നും ഭയങ്കര കളിയില്ല. ചുട്ടുപ്പി ക്യാരറ്റ് തിന്നാ നമുക്ക്. ക്യാരറ്റ് തിന്നാൻ പോവാണ് നമ്മൾ. അമ്മയ്ക്ക് വേണ്ട, ചുട്ടു തിന്നു. ചുട്ടു തിന്നോ? അമ്മയ്ക്ക് തരൂലോ ഒരു ക്യാരറ്റ്. അച്ഛമ്മയ്ക്കും വേണ്ട, ചുട്ടു തന്നെ തിന്നു. ഓക്കെ. വേഗോ തുറക്കാൻ പറ്റുന്നില്ല. ഷോ അങ്ങനെ ചുട്ടുപ്പി ഇതാ ക്യാരറ്റ് ഇതിൽ കുടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ കളിക്കാൻ പോവാ അല്ലേ? എന്താ കളിക്കുക നമ്മള്? എന്നാ കളിക്കോ? സൈക്കിൾ ഓടിക്കോ? സൈക്കിൾ ഓടിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇനി കളിക്കട്ടെ. രാത്രിയിൽ നമ്മൾ രാവിലത്തെ ഇഡ്ഡലിയും ചട്നിയും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പത്തലും കുറച്ച് ഉണ്ടാക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ടാക്കി അമ്മയും കുട്ടപ്പനും എല്ലാം അത് കഴിച്ചു, അച്ഛനും. പിന്നെ ഇതാ നമ്മൾ സ്ഥിരം പോലെ ഇതാ മാറ്റും ഇട്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു 11 മണി 11 വരെ ഇതന്നെ പരിപാടി. ഒരേ കളിയായിരിക്കും ഇവള്. രണ്ട എന്തെന്ന് പിങ്കി ഇതാ സോഫയമേൽ ഇതാ. ഇങ്ങനെയെല്ലാം കൂടി സൈക്കിൾ ഓടിക്കുക. ഇതയാ അതാ പൊട്ടിക്കട്ടാ. ആയി. അപ്പൊ ഇന്നത്തെ നമ്മുടെ താഴത്തെ ഗുസ്തിയും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ടാ നമ്മളിപ്പം മേലെ എത്തിയിട്ടുണ്ട്. ചുട്ടോ നോനോ ഇങ്ങോട്ട് വാ, കരണ്ടിന്റെ അടുത്ത് പോലല്ലേ. ഇനിയിപ്പോ ഇയാള് 1 മണി 12 മണി വരെ ഇടുന്ന് ഇങ്ങനെ കുത്തി മറിയും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങും. അത്രയൊക്കെ തന്നെ ഇനിയിപ്പോൾ പരിപാടിയുള്ളൂ. കണ്ടില്ലേ, ഭയങ്കര അലമ്പിലുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മളൊരു ദിവസം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പൊ നല്ലൊരു നാളത്തെ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ഗുഡ് നൈറ്റ്. Good night.